സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ബെൻസ് സി ക്ലാസ് 250യുടെ എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലൈ വീല് സെറ്റ് ചെയ്യണ വീഡിയോ ആണിത്. ഫ്ലൈ വീല് സാധാ വണ്ടിയുടെ എല്ലാം ഫ്ലൈ വീല് ചുമ്മാ നമ്മൾ സെറ്റ് ചെയ്യുവാണ്. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിനും ഒരു വാഷർ ഒരു പ്ലേറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. കൃത്യമായിട്ടും ഈ പ്ലേറ്റ് ഈ രീതി സെറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റഡിയിൽ വീണാൽ കറക്റ്റായിട്ട് സംഭവം കയറിപ്പോവും. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഷിമ്മുണ്ട്. ഈ ഷിമ്മും കറക്റ്റായിട്ട് കൃത്യമായിട്ടും സെറ്റ് ചെയ്താൽ മാത്രമാണ് ഉണ്ടാവുക. ഈ രീതിയിൽ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈ വീൽ എടുത്ത് വെക്കുന്നത്. ഫ്ലൈ വീലും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. കണ്ടേ? എന്നിട്ടാണ് ഇവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഉണ്ട്. ആ പ്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇത് അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ സംഭവമുണ്ട്. ഇതാണ് ബോൾട്ട്. T55 സൈസാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോൾട്ട് ഇതാണ്. T55ൻ്റെ ഇതാണ്ട് ഇങ്ങോട്ട് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇത് നീളം കുറഞ്ഞ ബിറ്റ് തന്നെ എടുക്കണം. നീളം കൂടിയത് എടുക്കരുത്, കാരണം ടോർക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. ഇതിൻ്റെ അകത്ത് പിന്നെ ത്രെഡ് ലോക്കർ, കമ്പനിക്ക് ത്രെഡ് ലോക്കറൊക്കെ ഇട്ടാണ് മുറുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതാണ് ത്രെഡ് ലോക്കർ. ഇതിട്ട് ടൈറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ വീൽ ബോൾട്ട് എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ, ഫ്ലൈ വീൽ ബോൾട്ടോ ക്ലച്ച് ബോൾട്ടോ ഒക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് ലോക്കർ ഇട്ട് ടൈറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. നല്ല ലൂസായി പോരാണ്ടിരിക്കാനൊക്കെയാണ് സംഭവം. നമ്മൾ ഇച്ചിരി ടൈറ്റ് കുറഞ്ഞു പോയാലും ലൂസായി പോരില്ല, ടൈറ്റായിട്ട് തന്നെ ഇരിക്കും സംഭവം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ.